എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? എത്ര ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ കാര്യമായി തടസ്സപ്പെടുത്തുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളുടെ കൂട്ടമാണ് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വായിക്കുവാനും എഴുതുവാനും ശ്രദ്ധിക്കുവാനും ചിന്തിക്കുവാനും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർത്തെടുക്കുവാനും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പൊതുവെ ആവറേജ് ടു സുപ്പീരിയർ IQ ലെവൽ ഉണ്ടാവും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് സ്കൂൾ ലെവലിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ലേണിംഗ് ഡിസബിലിറ്റി മെയിൻലി 4 ടൈപ്സ് ആണ് ഉള്ളത്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ആൻഡ് ഡിസ്പ്രാക്സിയ. ഡിസ്ലെക്സിയ എന്നത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. ഇത് ഒരു വ്യക്തിയുടെ റീഡിംഗ് ആൻഡ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് സ്കില്ലിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഡിസ്ഗ്രാഫിയ എന്നത് ഒരു കുട്ടിക്ക് എഴുതുവാൻ ഉള്ള കഴിവിനെ ബാധിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുവാനുള്ള കഴിവിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ മൂവ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുവാനും അത് കോർഡിനേറ്റ് ചെയ്യുവാനുള്ള കഴിവിനെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് പല ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പൊതുവെ പുവർ മെമ്മറി ആയിരിക്കും ഉണ്ടാവുക. അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ പുവർ ആയിരിക്കും. വായിക്കുവാനും എഴുതുവാനും വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. ഇൻസ്ട്രക്ഷൻസ് കേട്ട് അത് ഫോളോ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സൗണ്ട്സ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ് എന്നിവയെ തമ്മിൽ വേർതിരിച്ചെടുക്കുവാനും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു.